ബിനോയ്, അതോടൊപ്പം തന്നെ മറ്റൊരു വാർത്തയുടെ വിശദാംശത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. പത്തനംതിട്ട നഗരത്തിൽ കുഴിയിൽ ബൈക്ക് വീണ് ഒരു അപകടം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഈ കഴിഞ്ഞ രണ്ടാഴ്ചയായി ഈ പത്തനംതിട്ട നഗരത്തിലെ ഈ പൈപ്പ് അല്ലെങ്കിൽ ശുദ്ധജല വിതരണത്തിന് വേണ്ടി കുഴലുകൾ സ്ഥാപിക്കുന്നതിനും ഒപ്പം റോഡിന്റെ നിർമ്മാണ പ്രവർത്തനത്തിനുമായി ഉള്ള കുഴികൾ എടുത്തിട്ടിരിക്കുകയാണ്. നഗരത്തിലേക്ക് കടക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. മഴ കൂടി എത്തിയതോടെ വളരെ ശോചനീയമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കാരണം നഗരത്തിലൂടെ ഗതാഗതം ഒന്നും തന്നെ നടക്കാത്തൊരവസ്ഥ. ഒപ്പം റോഡ് പരിചയമില്ലാത്ത ആളുകൾ അതുവഴി വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അപകടത്തിൽപ്പെടുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ടത് കടയ്ക്കൽ സ്വദേശിയായ മനോജാണ്. ഇയാളുടെ ബൈക്ക് ഒരു കുഴിയിലേക്ക് വീഴുകയും തുടർന്ന് ഇയാളുടെ 4 വാരിയലുകൾക്ക് ക്ഷതമേൽക്കുകയും ചെയ്തിട്ട് പൊട്ടലുണ്ട്. ഇയാൾ തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്ന് ഇപ്പോൾ ചികിത്സയിലാണ്. അതായത് ഇന്നാണ് നഗരത്തിലെ കുഴികൾ അടയ്ക്കുന്നതിന് വേണ്ടി അവസാന ദിവസമായി നൽകിയിരുന്നത്. എന്നാൽ ഒരു പ്രവർത്തനവും നടന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ആരോപണം. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം കുഴികൾ അടയ്ക്കാത്തതിനെതിരെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. നിരത്തിൽ വാഴ നട്ടും ഒപ്പം നിരത്തിൽ ഇരുന്ന് പ്രതിഷേധിച്ചുമൊക്കെ സമരം നടത്തിയിരുന്നു. അതിനൊന്നും ഫലം കാണുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എബി വീണ് ബൈക്ക് കുഴിയിൽ വീണ് ആണ് അപകടമുണ്ടായത്. കടക്കൽ സ്വദേശി മനോജിനാണ് പരിക്കേറ്റിരിക്കുന്നത്. ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് വാർത്തയിൽ മനസ്സിലാകുന്ന കാര്യം. വാരിയലിനുൾപ്പെടെ പൊട്ടലേറ്റ നിലയിലാണ്. വലിയ ഒരു വേനൽക്കാലം ലഭിച്ചിട്ടും ഒരു തരത്തിലുള്ള നടപടികളും ഈ റോഡിലെ കുഴികൾ മൂടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കടക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വിമർശനാത്മകമായി തന്നെ ഉയരുന്ന വിഷയം. വിശദാംശം നൽകിയത് ഡി ബിനോയാണ്, തിരുവനന്തപുരത്ത് നിന്ന്.